അങ്ങനെ നമ്മളിപ്പോൾ ജബൽ ജയ്സ് മലകൾ ഇറങ്ങി ഇപ്പോൾ താഴെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ മലമുകളിൽ ചെറിയ വീടുകൾ, അതായത് ഈ പാറക്കല്ലുകൊണ്ടുള്ള വീടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ റിസോർട്ടുകളും ഹോട്ടലൊക്കെയാണ്. അത് നമുക്ക് അവിടെ നിൽക്കുമ്പോൾ ആ ഒരു വൈബിന് വേണ്ടിയാണ് അങ്ങനെ സെറ്റാക്കിയിട്ടുള്ളത്. ഈ മലകളൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ ഇതുമല്ല ആരോ കൊത്തുപണി ചെയ്ത മാതിരി അല്ലേ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം. പിന്നെ ഇതിൻ്റെ താഴെ മഴ പെയ്താൽ വെള്ളം ഒലിച്ചു പോകാനുള്ള ചെറിയ ചെറിയ തടാകങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഇങ്ങനെയാണ്, പക്ഷെ മഴ പെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നമ്മളെ നാടുകളിലത്തെ ഈ എന്താ പറയുക ചുരങ്ങളിലൊക്കെ കാണുന്ന പോലെ തന്നെയുള്ള വെള്ളച്ചാട്ടങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ പിന്നെ മഴ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വറ്റി വരണ്ട് കിടക്കുന്നത്. ആ കാണുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ പ്രത്യേക പെർമിഷൻ വേണം. അവിടെ ഈ ട്രക്കിങ്ങിൻ്റെ ഒക്കെ ഏരിയ ആണത്. ഓൾറെഡി ഇപ്പോൾ തന്നെ അവിടെ കുറേ ആൾക്കാരുണ്ട് ഈ ട്രക്കിങ്ങിന് വേണ്ടി വന്നവരെ. അവർ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്ന് വീക്കെൻഡ് ദിവസമായതുകൊണ്ട് ഇവിടെ കൂടുതൽ പേർക്ക് ഓഫാണല്ലോ ഇന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സഞ്ചാരികൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ നമ്മുടെ മെയിൻ ലക്ഷ്യം സൂര്യോദയം കാണുക എന്നായിരുന്നു. പക്ഷെ അത് ശരിക്കും ആ ഉദിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പോഴും കുറേ പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുന്ന് ഇത്ര പെട്ടെന്ന് പോകാൻ എനിക്ക് തീരെ ആഗ്രഹമില്ല. പക്ഷെ നമുക്ക് ഇവിടുന്ന് ഇത് കഴിഞ്ഞിട്ട് വേണം ദുബായ്, ദേറയിൽ, അബ്രയിൽ പോയിട്ട് അവിടുത്തെ 1 ദിർഹംസിൻ്റെ ബോട്ട് സർവീസ് ഉണ്ട്. അതും കൂടി നമുക്കൊന്ന് എൻജോയ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. അങ്ങനെ നമ്മൾ റാസൽ കൈമ വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉമ്മുൽ കോയിനിലാണ്. ഈ സ്ഥലത്ത് കൂടെ നമ്മൾ നൈറ്റായിരുന്നു വന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ മരുഭൂമിയും കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടില്ല. റോഡിൻ്റെ 2 സൈഡിലും മരുഭൂമിയാണ്. പക്ഷെ ഇപ്പോഴൊക്കെ മരുഭൂമിയിലൊക്കെ കൂടുതൽ പച്ചപ്പ് നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ നമ്മൾ റാസൽ കൈമ വിട്ട് ഇപ്പോൾ ഏകദേശം ഉമ്മുൽ കോയിനിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ കണ്ടൊരു കാഴ്ച, ഉമ്മുൽ കോയിനിൽ നമുക്കറിയാം ഡിസേർട്ടാണ് മൊത്തത്തിൽ ഇത്. അപ്പോൾ ഡിസേർട്ട് ആകുമ്പോൾ നമ്മളെ മരുഭൂമിയിലെ കപ്പലെന്ന് നമ്മൾ അറിയപ്പെടുന്ന ഒട്ടകം നമ്മളെ അടുത്ത് തന്നെ ഉണ്ട്. പിന്നെ എന്താ പറയുക, നമ്മൾ ഒട്ടകഥ ഇവിടെ ഉണ്ട്. അത് നമ്മളെ കണ്ട് പേടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ കണ്ട് പേടിച്ചിട്ടുണ്ടെന്ന് തോന്നിയിട്ട് നിൽക്കണം. നോക്കിയേ, ഇപ്പോൾ ഉമ്മുൽ കോയിലാണ് നമ്മളുള്ളത്. ഇവിടെ ചുറ്റും ഫുള്ള് ഡിസേർട്ടാണ്. ബാക്കിലായാലും ഈ സൈഡിലാണെങ്കിലൊക്കെ ഫുള്ള് ഡിസേർട്ടാണ്. നമുക്കൊന്ന് ആളെടുത്ത് പോയേക്കാം. കടിക്കരുത്. നമ്മളടുത്ത് വന്നിട്ട് ഒട്ടകോ ചിരിച്ചിരി വിട്ടിക്കിടാൻ നല്ലത്. അധികം നമ്മളങ്ങനെ പേടിക്കൊന്നും വേണ്ട, ആളൊന്നും ചെയ്യൂല. കാരണം ഇതൊക്കെ നമ്മുടെ കസ്വൻ്റെ ബാക്കിയാണ്. നമ്മുടെ റസൂലുള്ളാൻ്റെ ഒട്ടകമാണല്ലോ കസ്വ എന്ന് പേരുള്ളത്. അപ്പോൾ ആ കസ്വൻ്റെ പാരമ്പര്യമാണ്. അപ്പോൾ അധികമൊന്നും ചെയ്യൂല. പിന്നെ ഡിസേർട്ട് ഇപ്പോൾ ഈ സമയത്തായതുകൊണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചൂടുകാലമൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു ഒരു രക്ഷ ഉണ്ടാവില്ല ഇവിടെ. ഈ ഇവിടുന്നൊക്കെ ഇങ്ങനെ തീയൻ്റെ കാറ്റിങ്ങനെ അടിക്കും. ഇമ്മാതിരി ചൂടായിരിക്കും, പ്രത്യേകിച്ച് ഈ മരുഭൂമിൻ്റെ സൈഡിലൊക്കെ ആയതുകൊണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് ഒട്ടകങ്ങളുണ്ട്. നമുക്കത് കണ്ട ഒരുപാട് ഒട്ടകങ്ങളുണ്ട്. അവിടെ ചെടികൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒട്ടകങ്ങൾ. ഈ കാണുന്ന ചെടികളൊക്കെ ഒട്ടകങ്ങൾക്ക് കഴിക്കാനുള്ളതാണ്. ഒരു 2-3 മാസം കഴിഞ്ഞാൽ പിന്നെ UAE വരുന്നത് ഭയങ്കര ചൂടാണ് ഇനി മുതൽ അങ്ങോട്ടേക്ക്. അപ്പോൾ ആ സമയത്തൊക്കെ ഈ പച്ചപ്പൊന്നും ഇങ്ങനെ കാണില്ല മരുഭൂമി. അപ്പോൾ ഈ ഒട്ടകങ്ങളൊക്കെ ഫുഡ് കഴിക്കാൻ എന്തായിരിക്കും ചെയ്യൽ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ആലോചിക്കുന്നൊരു കാര്യമാണത്. ഒട്ടകത്തെ പറ്റിയൊക്കെ ഇടയ്ക്ക് നമ്മൾ ചിന്തിക്കണം. കാരണം നമ്മളെ മണവാളൻ സാറ് പറഞ്ഞത് കേട്ടിട്ടില്ലേ, ഒട്ടകം നമ്മുടെ ദേശീയ പക്ഷിയാണെന്നുള്ളത്. ഒട്ടകത്തെ വളർത്തുന്ന ഫാമുകളാണ് അവിടെ കാണുന്നതൊക്കെ. അങ്ങനെ ഇപ്പം നമ്മൾ ഷാർജയിലെത്തിയിട്ടുണ്ട്. ഷാർജയിലെത്തി അവിടെ കാണുന്നത് 2 സൈഡിലും ഫുള്ള് മരങ്ങൾ നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഷാർജയിലെത്തിയപ്പോൾ റോട്ടിൽ കുറച്ച് തിരക്ക് കൂടിയിട്ടുണ്ട്. നമ്മൾ റാസൽ കൈമയും ഉമ്മുൽ കോയിനിലും വരുമ്പോൾ ഇത്ര തിരക്കുണ്ടായിട്ടില്ല. പിന്നെ ഈ കാണുന്നത് നമ്മൾ പുലർച്ചെ അങ്ങോട്ട് വരുമ്പോൾ കണ്ട ആ ഷാർജ ഗ്രാൻഡ് മോസ്കാണത്. രാത്രിയാകുമ്പോൾ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ടാവും. അങ്ങനെ നമ്മൾ ദുബായിലെത്തിയിട്ടുണ്ട്. ദുബായ് ഫ്രെയിമാണ് കാണുന്നത്. ദുബായ് ഫ്രെയിം. ഈ ഫ്രെയിമിൻ്റെ ബാക്ക് സൈഡിലുള്ളത്, അതായത് നമ്മളിപ്പോൾ ഈ പോകുന്ന ഈ റോഡിൻ്റെ റൈറ്റ് സൈഡിലുള്ളത് പഴയ ദുബായാണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് പുതിയ ദുബായ്. ഫുഡ് കഴിക്കാൻ വേണ്ടി റാസൽ കൈമ ഹോട്ടൽ തിരിഞ്ഞു നോക്കിയതാണ്. അവസാനം എത്തിയത്
ദുബായ് കറാമയിൽ ഗ്രാൻഡ് സ്വാതി റെസ്റ്റോറൻറ്റ്. എങ്ങനെയുണ്ടോ നോക്കാം അവിടുത്തെ ഫുഡ്. മൈസൂർ മസാല ദോശ എന്നൊരു സ്പെഷ്യൽ സാധനമാണ് നമ്മൾ ഓർഡർ ചെയ്ത് കേട്ടോ. സംഭവം വന്നിട്ടുണ്ട്. അങ്ങനെ ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിറക്കിയിട്ടുണ്ട്. മസാല ദോശയാണ് കഴിച്ചത്. മസാല ദോശ നല്ല ഫുഡ്. പിന്നെ നല്ല ഉറങ്ങാത്തതുകൊണ്ട് കണ്ണൊക്കെ ആകെ ഇതായിട്ടുണ്ടല്ലേ. നമ്മളിപ്പോൾ ദേരയിൽ അബ്രൻ്റെ അടുത്താണുള്ളത്. ഒരു പാർക്കിംഗ് തിരഞ്ഞിട്ടാണ് നമ്മൾ നടക്കണത്. കിട്ടാനില്ല, ഒരു പാർക്കിംഗ് കിട്ടാൻ എവിടെയില്ല. അത് കണ്ട ചെറിയ ചെറിയ ചേരികളാണ് മൊത്തം. അങ്ങനെ ഇപ്പോൾ നമ്മളുള്ളത് ദുബായ് ദേര അബ്രയിലാണുള്ളത്. ഇവിടെ 1 ദിർഹംസിൻ്റെ ബോട്ട് സർവീസ് ഉണ്ട്. അപ്പോൾ അതാണ് ഇനി നമ്മളെ പരിപാടി. നമ്മൾ ഒരു ചെറിയ ബോട്ടിൽ കയറി ഇരുന്നിട്ടുണ്ട്. 1 ദിർഹംസാണ് ഇവിടുന്ന് അക്കരയ്ക്ക് പോകാൻ. അപ്പോൾ ഏകദേശം ആൾക്കാരായിട്ടുണ്ട്. ബോട്ട് ഇപ്പോൾ എടുക്കും. ചെറിയ ബോട്ട് മെല്ലെ മെല്ലെ നീങ്ങി തുടങ്ങിയിട്ടുണ്ടാ. ഒരുപാട് ആൾക്കാരുണ്ട്. ബോട്ടിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും. അങ്ങനെ നമ്മുടെ ബോട്ട് ഇവിടുന്ന് എടുത്ത് നമ്മളിപ്പോൾ ഇങ്ങനെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബോട്ടെന്ന് പറയത്തക്ക രീതിയിലൊന്നുമില്ല. നമ്മുടെ നാടുകളിലൊക്കെ നോർമലി ഒരു തോണി മോഡലുള്ളൊരു സംഭവം അത്ര പറയാം. ഇതിന് അറബിയിൽ പറയുന്ന പേരാണ് അബ്രാന്ന്. നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കനാലിന് പറയുന്ന പേരാണ് ക്രീക്ക് ഹാർബർ, ദുബായ് ക്രീക്ക് ഹാർബർ. ഇവിടെ നിന്ന് അക്കര, ഈ കാണുന്നതാണ് അക്കര. അതായത് കുറച്ച് ദൂരമേ ഉള്ളൂ. അവിടെ അവിടെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാടുണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ ബോട്ടുകളിലൂടെ. അത് ഈ ദുബായ് RTN ആണ്. അതായത് റോഡ് അതോറിറ്റിൻ്റെ തന്നെയാണ് ഈ ചെറിയ ചെറിയ ബോട്ടുകൾ. അതുകൊണ്ടാണ് ഇതിനെല്ലാത്തിലും RTN ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത്. ഇവിടെ 4 സ്റ്റേഷനുകളാണ് ഈ 2 സൈഡിലുമായിട്ടുള്ളത് ഈ കനാലിൻ്റെ. പൊളി വൈബ് ഒന്നും പറയാനില്ല. 1 ദിർഹംസിന് മുതലാണിത്. ഒരു ദിവസം 5000 ട്രിപ്പാണ് ഇവിടെയുള്ള എല്ലാ അബ്ബറുകളും, അതായത് ഈ എല്ലാ ബോട്ടുകളും കൂടി നടത്തുന്നത്. 5000 ട്രിപ്പ്, ഏകദേശം 1 ലക്ഷത്തോളം യാത്രികരെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക കൊണ്ടുപോകുന്നുണ്ട് ഈ അബ്ബറുകളിൽ. പിന്നെ ഇത് മാത്രമല്ല, നമുക്കിനി പ്രൈവറ്റായിട്ട് അബ്ബറുകൾ വേണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറിന് 100 ദിർഹംസ് വെച്ചിട്ട് നമുക്ക് അങ്ങനെ എടുക്കാം. പിന്നെ അതിന് പുറമെ തന്നെ AC വെച്ചതായിട്ടും പിന്നെ അതേപോലെ തന്നെ ഓരോ വലിയ എന്താ പറയുക ബോട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നെ അതിൻ്റെതായ പൈസ കൂടും. നമ്മളിപ്പോൾ ബോട്ട് കയറിയ സ്ഥലമാണ് ദേര. നമ്മളിപ്പോൾ ദേരയിൽ നിന്ന് ദുബായ് ഓൾഡ് സൂക്കിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വാനമുട്ട ഉള്ള കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ചാണ് ദുബായ് കൂടുതലും സന്ദർശകരെ ആകർഷിക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ആകർഷണമുണ്ട് ദുബായിൻ്റെ കയ്യിൽ സന്ദർശകർ, അതായത് ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ എത്തിക്കുന്ന കാര്യത്തിൽ. ദുബായ് ഓൾഡ് സൂക്ക് എന്നുള്ള ഒരു അബ്ര സ്റ്റേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോട്ട് യാത്ര നടത്തണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതൊക്കെ ഒരു വൈബാണ്. ഇതൊന്നും ആസ്വദിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം. അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് ദുബായ് ഓൾഡ് സൂക്ക് സ്റ്റേഷൻ. അതാണ് ഈ സ്റ്റേഷൻ്റെ പേര്. ഇവിടേക്ക് നമ്മളെ ഈ ബോട്ടിൻ്റെ ഡ്രൈവർ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവറാണ്. അത് പൊളിച്ചിട്ടാ ഈ യാത്ര പൊളിച്ച്. ബോട്ടിൽ ഒരു 10 മിനിറ്റ് നേരം ഈ പുഴയിൽ കൂടെ, ഒന്നും പറയാനില്ല, അടിപൊളി. അപ്പോൾ ഇന്നലെ രാത്രി 2 മണിക്ക് ഇറങ്ങിയതാണ് നമ്മൾ. റാസൽ ഖൈമയിൽ പോയി ജബൽ ജീസൊക്കെ കണ്ട്. ഇപ്പോൾ ഇന്ന് ദുബായ് ദേരയിൽ അബ്ര ബോട്ട് സർവീസ് എല്ലാം നല്ല അടിപൊളി വൈബായിരുന്നു. അപ്പോൾ തിരിച്ചിപ്പോൾ അബുദാബിക്ക് പോവാണ്. ദുബായിലാണ് ഇപ്പോൾ ഉള്ളത്. ചെറിയൊരു ട്രാഫിക്കൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് നമ്മളെ സലീമൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ അസ്ലമൊക്കെ ഉണ്ട്, 2 പേരുണ്ട്. അപ്പോൾ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.